ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വാശിയും മസിലുമൊക്കെ പിടിക്കുന്ന ചില പ്രക്രിയ നമ്മൾ കാണാറുണ്ട്. അതിന് വളരെ രസകരമായൊരു ഉദാഹരണം പറയുന്നത്, ഈ റോഡിൻ്റെ നടുവിലിരുന്ന്, ഇപ്പോഴത്തെ 6 വരിപ്പാതയുടെയൊക്കെ നടുവിലിരുന്ന് ഭയങ്കര ബലം പിടിക്കുന്ന ചില ഓന്തിനെ കാണാറുണ്ട്. ഈ ഓന്തിൻ്റെ ശരീരപ്രകൃതി തന്നെ ഒരു ജിംനേഷ്യത്തിലൊക്കെ പോയ ഒരു കട്ട ശരീരമാണ്. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് റോഡിൻ്റെ നടുവിലിരുന്ന് ഭയങ്കര ബലം പിടിച്ചിങ്ങനെ ശരീരമൊക്കെ കൂർപ്പിച്ച് പൊന്തിയിരിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഇരുത്ത കണ്ടാൽ നമുക്ക് തോന്നുക ഈ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ അതിലേക്കൂടെ പോകുമ്പോൾ അതിനെ എടുത്ത് മറിച്ച് കളയും എന്ന് പറഞ്ഞാൽ, ഇതിൽ തട്ടിയാൽ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ തെറിച്ചു പോകും എന്ന് വിചാരിക്കും. പക്ഷേ സംഗതി ബസ് കയറി ഇറങ്ങി അങ്ങ് പോകുമ്പോൾ അവിടെ ഒരു നനവ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. 2 ബസ് കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ ആ നനവും അങ്ങ് ഉണങ്ങിപ്പോവും. ഓന്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോവും. ഞാനിത് പറഞ്ഞത്, ചില ഈ യുക്തിവാദി, നിരീശ്വരവാദി എന്നൊക്കെ പറയുന്ന ചില വിദ്വേഷവാദികളും ചില പെയ്ഡ് ആളുകളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ അരിഫ് ഹുസൈൻ. അരിഫ് ഹുസൈൻ്റെ വിനോദങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പുള്ളി ഒരുപാട് കാലമായി ഇതിന് പണിയെടുക്കുകയാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഹോമിയോയെ നിരോധിക്കും, കാരണം പുള്ളി പഠിച്ചത് ഹോമിയോ ആണ്. പിന്നെ ഇസ്ലാം മതത്തെ നിരോധിക്കും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ജനിച്ചത് ഇസ്ലാമിലാണ്. പിന്നെ പുള്ളി മാതാപിതാക്കളെ നിരോധിക്കും, എന്താണെന്ന് വെച്ചാൽ അവരാണ് പുള്ളിയെ സൃഷ്ടിക്കുന്നതിന് കാരണമായത്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് പുള്ളി അവരെയൊക്കെ ഈ പറയുന്ന പോലെ നിരോധിക്കുന്ന ഗണത്തിലാണ് പുള്ളി പെടുന്നത്. ഞാൻ ഈ പറഞ്ഞ ദേശീയവാദയുടെ നടുവിലിരിക്കുന്ന ഈ ഓന്ത് കാണിക്കുന്നത് പോലെ. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടമൊക്കെ വന്നപ്പോൾ പുള്ളിക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതിൻ്റെ വളരെ രസകരമായ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ആരിഫ് ഹുസൈനെ ഒരാൾ വിളിച്ച് ലൈവിൽ സംസാരിക്കുകയാണ്. ആ ലൈവിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്താണ് പരസ്പരം സംസാരിക്കുന്നത്. ആ റെക്കോർഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ ആരിഫ് ഹുസൈൻ്റെ ഒരു താല്പര്യവും ശാസ്ത്ര കൗതുകവും അന്വേഷണ ത്വരയും പിന്നെ വിജ്ഞാന കുതുകി, സത്യം തേടിയുള്ള ആ ഒരു വിജ്ഞാന കുതുകിയുടെ ആ കുതുകഭാവമാണ് ഇതിൽ കാണുന്നത്. ഇനി അയാൾ വിളിക്കുന്ന ഫോൺ കോളും നടക്കുന്നതും നിങ്ങൾ കേട്ടോളൂ. സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയക്കാം, വാട്സാപ്പിൽ അയക്കാം. ചാറ്റ്ജിപിറ്റിയോട് ഞാൻ ചോദിച്ച ചോദ്യം ബേസിക് ആയിട്ട് നിങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ വാട്ട് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോ ഒരു ഓപ്ഷൻസ് അവരെ കുറിച്ച് ഉത്തരം പറയും. ഇപ്പൊ നിങ്ങൾ ചെയ്യണോ? വാട്ട് ഈസ് ദ മോസ്റ്റ് violent what is the most violent religion in the world? Violent religion in the world. Scripture wise. Scripture wise. Most violent religion in the Scripture wise, what is the most violent religion? Scripture wise. പുള്ളി സെർച്ച് ചെയ്തു. Scripture wise, yes. Yeah. Yes. നമുക്കൊരു ആൻസർ കൂടി കിട്ടും നോക്കാം. തിങ്കിങ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രീ വേർഷനിലാട്ടോ നമ്മൾ നോക്കണം. ഫ്രീ വേർഷനില്ല പുള്ളി നോക്കാം. ഞാനും ഫ്രീ വേർഷൻ തന്നെയാണ്. No scripture is a single-minded manual of peace or of violence. All the major sacred canons, Hebrew, Bible, Old Testament, New Testament, Quran, Hindu epics. This is not what I have written. നമുക്ക് വേണ്ടിട്ടല്ലോ. ഇതൊന്നുമല്ല പുള്ളിക്ക് ആവശ്യമുള്ളൂ. ഒരു സെക്കൻഡ് പുള്ളി ഒന്നുകൂടെ നോക്കട്ടെ. I'm not a book. ഞാൻ നോക്കല്ല. Be straightforward. ഒരു സെക്കൻഡ്. എന്റെ രീതി ഞാനൊന്ന് നോക്കാം. പുള്ളിയുടെ രീതി നോക്ക്. If you force the question down to which major scripture contains the largest quantity of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew Bible, Old Testament, especially the historical books from Deuteronomy through 2 Kings. ഇതാണ് പറയുന്നത്. അതിൽ Islam, by comparison, Quran has explicit battle verses. But they are fewer, shorter, and almost always tied to a specific conflict Muhammad faced. The New Testament is largely non-violent. Hindu epics contain vast war scenes, yet they are framed as tragic duty with strong anti-war commentary. Buddhist and Taoist canons mention killing, but nowhere near the scale. ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം. ഒന്നുകൂടെ ചോദിക്കാം. ഒരു സെക്കൻഡ്. The longest spree violent jihad, which is direct jihad interpretation English Islam, Quran, Hadith. So why this mellowing down? Oh, we did keep going. You
afraid of any religion. I've tried to keep the distinction between text and the very different ways. The record of Muslim-led holy war is long, so is everyone else's. Okay, ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പമാണ് കേട്ടോ. ഫ്രീ ആയതിന്റെ കുഴപ്പമാണ്. is everyone else's. Okay, ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പമാണ്. മറ്റേ ഭാഷയിൽ ഇങ്ങനെയൊന്നല്ല പറയാറ്. അതെ. Why does modern jihad look more prominent? Recent geopolitics, media. ജിഹാദ് എന്താണ് ലോകം മുഴുവൻ വലിയ ചർച്ചയാവുന്നതെന്നാണ് പറയുന്നത്. Failed states. Straight answer to your charge. Yes, Islamic history contains the longest chronological chain of actors using the word jihad for holy war. No, that doesn't mean the Quran is uniquely violent. Its battle verses are fewer and more context tags than the Old Testament. Modern prominence of jihadist violence from recent power. ഇത് നമ്മൾ മുന്നേ പറഞ്ഞു. ഗോഡ്സ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്നു, രാമനെ കുറിച്ച് ചോദിക്കുന്നു, യേശുവിനെ കുറിച്ച്. ഞാനേ 1-2 ഇതുകൾ ഞാൻ അയച്ചിട്ടുണ്ട്. അതിലവര് പറയുന്നത് അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കിയാൽ മതി. വെരിഫൈ ഇതാണ് എന്ന് പറഞ്ഞാൽ പുള്ളി ആഗ്രഹിച്ച ഉത്തരം കിട്ടുന്നില്ല. ചാറ്റ് GPT പറയുന്നില്ല. അത് ചോദിച്ചപ്പോഴേ അത് പിന്നെ ഫ്രീ വേർഷൻ ആയതുകൊണ്ടായിരിക്കും. പെയ്ഡ് വേർഷനിൽ അങ്ങനെയല്ല. പിന്നെ പുള്ളി ചില കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് നോക്കി. പുള്ളി നമ്മുടെ ആരുടെ സിസ്റ്റം എന്നറിയാം ഇതിനകത്ത് എടുക്കുന്നത്, നമ്മുടെ രവിചന്ദ്രൻ്റെ സിസ്റ്റമാണ്. രവിചന്ദ്രൻ പണ്ടൊരു വീഡിയോ ചെയ്തില്ലേ, അതായത് ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് കാണുന്നത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ വന്നത് പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞ് വന്നു എന്ന്. അതിന് പുള്ളി ചെയ്തതെന്താ, പോൺ വീഡിയോ കാണുന്ന മുസ്ലിം രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. രാജ്യങ്ങളല്ലേ ചോദിച്ചത്, ഏറ്റവും കൂടുതൽ പോൺ വീഡിയോ കാണുന്ന മുസ്ലിം രാജ്യങ്ങൾ ഏതാണ്. അപ്പം മുസ്ലിം രാജ്യങ്ങളെ 1, 2, 3 എന്നവർ റേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞത് എന്താ, ലോകത്തെല്ലാ രാജ്യങ്ങളിലും വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടും ചാറ്റ് GPT ഉത്തരം പറഞ്ഞില്ല. പിന്നെ പുള്ളി പണിയായുധം മടങ്ങുന്ന ദൃശ്യമാണ് ഈ കണ്ടത്.